ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളൊരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു പ്ലേലിസ്റ്റിലേക്ക്, ആ ഒരു സീരീസിലേക്ക് നമ്മളൊരു 18ഓളം വീഡിയോസ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് വീഡിയോസ് വരാനായിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിലെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ ഒരു സീരീസിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും, ക്രിപ്റ്റോ കറൻസിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി തുടങ്ങിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. ആൻഡ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു സീരീസിൽ ഇതുവരെയായിട്ട് ചെയ്തു വന്നിട്ടുള്ളത്, വീഡിയോസ് ആയിട്ട് ചെയ്തു വന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ള റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ സീരീസിന് ഉണ്ടാവുന്നുണ്ട്, അതിൽ ഓരോ വീഡിയോസിനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇനി ട്രേഡ് ചെയ്ത് തുടങ്ങട്ടെ, ഞാൻ എവിടെയാണ് ഇനി ട്രേഡ് ചെയ്ത് തുടങ്ങേണ്ടത്, ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത്, ഇങ്ങനെ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് ഒരു 18 വയസ്സ് മാത്രമായിട്ടുള്ള കുട്ടികളാണ്. ഒരു +1 +2 അല്ലെങ്കിൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ട്രേഡിംഗ് പോലുള്ള അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. എൻ്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഈ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ 18 വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, ഒരിക്കലും ഇറങ്ങരുത്. കാരണം നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് വെറും ബേസിക്സ് മാത്രമാണ്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി എടുക്കുകയാണെങ്കിൽ എന്താണ് ക്രിപ്റ്റോ കറൻസി, ആ ക്രിപ്റ്റോ കറൻസി ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ്, ആൻഡ് എന്താണ് ബിറ്റ് കോയിൻ തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് ഇനിയും വരാനായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ട്രേഡിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന ഒരാൾ ഏറ്റവും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോസിൽ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ട്രേഡ് അവിടെ എടുക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നിങ്ങളൊരു ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോകുമ്പോൾ, നിങ്ങൾ കാർ ഓടിക്കാനാണ് പഠിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആ കാറിൻ്റെ ഓരോ പാർട്സ്, ഇപ്പോൾ സ്റ്റിയറിംഗ് എന്താണ്, അതുപോലെ തന്നെ ഗിയർ എന്താണ്, ക്ലച്ച് എന്താണ്, ബ്രേക്ക് എന്താണ്, ആക്സിലേറ്റർ എന്താണ്, അങ്ങനെ ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആദ്യം ഒരാൾ പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി നിൽക്കും, ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ വണ്ടി പോകും, ഗിയർ മാറ്റുമ്പോൾ, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തരും. ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം കാർ എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോസിലൂടെ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഏതൊരു തുടക്കക്കാരനും ഏറ്റവും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് ലൈവ് മാർക്കറ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ക്രിപ്റ്റോയിലാണ് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് USDT എന്ന് പറയുന്ന ഒരു ടോക്കൺ വെച്ചുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എന്താണ് USDT? അതുപോലെ തന്നെ നമ്മൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് ഓരോ ഓപ്ഷൻസും, ഇപ്പോൾ എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബൈബിറ്റിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ലേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഫോറക്സിലോ ഒക്കെയാണ് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട്, നിങ്ങൾ ആദ്യത്തെ ഒരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ ട്രേഡ് നഷ്ടമോ പ്രോഫിറ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു ട്രേഡ് നിങ്ങൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ട്രേഡിങ്ങിൽ ഏറ്റവും അധികം ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കോട്ടാണ് ഫസ്റ്റ് യു ലേൺ ദെൻ യു ഏൺ എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ കാര്യങ്ങളെല്ലാം ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക, അതിനുശേഷം മതി ഏൺ ചെയ്യലൊക്കെ. അത് മാത്രമല്ല, ട്രേഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസോ അല്ലെങ്കിൽ കുറച്ച് ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചതുകൊണ്ട് മാത്രം ഓടിപ്പോയിട്ട് കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ പരമാവധി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ സ്വന്തം കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 3-3.5 വർഷം മുമ്പാണ് ഈ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. ട്രേഡിങ്ങിൻ്റെ ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു 3.5 വർഷം മുമ്പാണ്. ആ ടൈമിൽ എനിക്കിതുപോലെ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഇതേ ഓർഡറിൽ കാര്യങ്ങൾ പറഞ്ഞു തരാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും റാൻഡം ആയിട്ടുള്ള കുറേ വീഡിയോസും റാൻഡം ആയിട്ടുള്ള കുറേ ആർട്ടിക്കിൾസും ഒക്കെ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു രൂപം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങി ഒരുപാട് നഷ്ടങ്ങൾ
നഷ്ടങ്ങൾ വന്ന് ആ നഷ്ടങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ച് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ദിവസങ്ങളോളം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ലെവലിൽ എത്തിയിട്ടുള്ളത്. ഞാൻ വളരെ ഗംഭീരമായിട്ടുള്ള ലെവലിൽ ഞാൻ എത്തിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ആരും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസ് ഞാൻ തുടങ്ങിയിട്ടുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ട അതേ ഓർഡറിൽ തന്നെ നമ്മൾ വീഡിയോസ് ചെയ്തു പോകുന്നതും. അപ്പോൾ കൃത്യമായിട്ട് അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ട് എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോട്ട്സൊക്കെ അവർ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നമ്മൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റേബിൾ കോയിൻസ് എന്താണ്, അതായത് USDT എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിനാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണ്, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്താണ്, സ്പോട്ട് ട്രേഡിംഗ് എന്താണ്, അങ്ങനെ നിങ്ങൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പല പല കാര്യങ്ങളുണ്ട്, ട്രേഡിങ്ങിൻ്റെ തന്നെ പല പല കാര്യങ്ങളുണ്ട്, അതെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രെൻഡുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതായത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും മാർക്കറ്റിൽ പല പല ടോക്കൺസിൻ്റെ ചാർട്ടുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ട്രെൻഡുകൾ, അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും സൈഡ് വേസ് ട്രെൻഡൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്തതായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ഇറങ്ങിയാൽ മതി. ഇനി നിങ്ങൾ സ്വയം ചോദിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലെവൽസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നിങ്ങൾക്ക് പല പല ചാർട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യങ്ങൾ എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഇമോഷൻസ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ അതിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ ഒരു 100 രൂപയാണ് എന്ന് വിചാരിക്കാം. നിങ്ങളൊരു ട്രേഡ് എടുത്തു, ആ ട്രേഡ് ലോസ് ആയാലും നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ വെറും 2% മാത്രമേ നിങ്ങൾക്ക് ആ ട്രേഡിൽ ലോസ് വരുത്താനായിട്ട് സാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ലോസ് വരുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. അതായത് നിങ്ങളൊരു 100 രൂപ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ലോസ് ആയാലും ഒരു 2 രൂപ മാത്രമേ നിങ്ങൾക്ക് അവിടെ ലോസ് വരാൻ പാടുള്ളൂ, നഷ്ടം വരാൻ പാടുള്ളൂ. ആ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് നിങ്ങൾ സ്വയം ചോദിക്കുക. ഈ ട്രേഡ് ഞാൻ ലോസ് ആയാലും എനിക്ക് എത്ര രൂപ നഷ്ടം വരും, കൃത്യമായിട്ട് എനിക്ക് എൻ്റെ റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം ചോദിക്കുക. അതിന് ഉത്തരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? അതായത് നിങ്ങൾ ഭയങ്കര ക്ഷമയില്ലാത്ത ഒരാളാണോ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണോ എങ്കിൽ അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കൊരു നഷ്ടം വന്നാലും ഓക്കെ, ആ നഷ്ടം എന്നെ കാര്യമായിട്ട് ബാധിക്കില്ല, എനിക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ കൂളായിട്ട് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് വിടാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. ശരിക്കും ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. കാരണം ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അത് ഉപയോഗപ്പെടുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ടിരുന്നതിന് ഒരു നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുക, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കും, ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള മറ്റുള്ള ആളുകൾക്കും നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.